ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലേന്ദ്രൻ മേനോൻ രേവതിക്കുട്ടിയും അലീനയും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണമൊക്കെ കേൾക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് വൈജയന്തിയുടെ മകളാണ് അലീന. 22 വർഷം മുമ്പ് അനാഥാലയത്തിൽ ഏൽപ്പിച്ചതാണ് അലീനയെ എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ഇതിൽ ഫോണിൽ നിന്ന് തന്നെ മനസ്സിലാവാണ്. ഇത് കേട്ടിട്ട് ബാലേന്ദ്രൻ ശരിക്കും ഒരു ഭ്രാന്തിളകിയ പോലെ ആവുകയാണ് കേട്ടോ. അവിടെ ഇന്ന ചെയറൊക്കെ ചവിട്ടി വലിച്ചെറിയുന്നുണ്ട് ദേഷ്യം വന്നിട്ട്. പിന്നെ കാണിക്കുന്നത് ഗിരേസമ്മയും അതുപോലെ തന്നെ മാമച്ചനും രേവതിക്കുട്ടിയും കൂടിയിട്ട് ഷെറിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. വന്നപ്പോൾ അവരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഷെറിൻ ഭ്രാന്തിയെ പോലെ അലറി വിളിച്ചിട്ട് ഇങ്ങനെ ഓടി നടക്കാനായിട്ട്. അപ്പോൾ ബ്രദറും പിന്നെ വേറൊരു ലേഡിയൊക്കെ കൂടെ വന്നിട്ട് ഇങ്ങനെ പിടിച്ച് വലിക്കുന്നുണ്ട്. ഈ ഒരു കാഴ്ച കണ്ടിട്ട് അവർ ഞെട്ടിപ്പോണാണ് കേട്ടോ. കാരണം ജിജുമോൻ സ്നേഹിച്ചപ്പോൾ വീട്ടിൽ വന്നിരുന്ന ഒരാളെ അല്ല, മൊത്തത്തിൽ മാറി ആകെ ഭ്രാന്തിയെ പോലെ അലറി വിളിച്ച് നടക്കുകയാണ്. അതിന് ശേഷം രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തിട്ട് രേവതിക്കുട്ടിയോട് പറയാണ്, എൻ്റെ മോളെ കൊണ്ടുപോയത് ഇവളാണെന്ന് പറഞ്ഞിട്ട് ഉറക്കനെ വിളിച്ച് പറയാനായിട്ട്. ഇത് കേട്ടിട്ട് രേവതിക്കുട്ടി ആകെ ഞെട്ടി തരിച്ച് നിൽക്കുകയാണ്. സത്യത്തിൽ നമ്മുടെ ചിന്നുമോളാണ് ഷെറിൻ്റെ മോള്. രേവതിക്കുട്ടി നോക്കുന്ന മോള് തന്നെയാണ് ചിന്നുമോള്. ഭ്രാന്ത് പോലെ വിളിച്ച് പറയുന്നതാണെങ്കിലും മനസ്സിന് സുഖമില്ലാതെ വിളിച്ച് പറയുന്നതാണെങ്കിലും അത് സത്യം തന്നെയാണ്. രേവതിക്കുട്ടി തന്നെയാണല്ലോ ചിന്നുമോളെ നോക്കുന്നത്. ഇനി ഈ കഥയൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ എപ്പിസോഡ് എല്ലാ ദിവസവും രാവിലെ തന്നെ നമ്മൾ ഹോട്ട്സ്റ്റാറിൽ വന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും മിസ് ചെയ്യാതെ കണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ.